Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേവ്സ് എന്താണെന്ന് കണ്ടു. There are two types of waves, longitudinal wave and transverse wave. അപ്പോൾ ഈ വേവ്സിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ് ഒരു സ്ട്രെച്ചർ സ്ട്രിങ്ങിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ആ വേവിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു ഇക്വേഷൻ? V = T/m. ഇവിടെ T ടെൻഷനും സ്മോൾ m ലീനിയർ ഡെൻസിറ്റി ആയിരുന്നു. ഇതുപയോഗിച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്തു. ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ലോങ്ങിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ സൗണ്ട് വേവ് പോലുള്ള വേവ്സാണ്. അപ്പോൾ ഈ സൗണ്ട് വേവ്സൊക്കെ അത് എയറിൽ കൂടിയോ അല്ലെങ്കിൽ സോളിഡ്സിൽ കൂടിയോ ലിക്വിഡിൽ കൂടിയോ ഒക്കെ ട്രാവൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഓരോ മീഡിയത്തിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അത് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏത് മീഡിയത്തിൽ കൂടിയാണോ വേവ് ട്രാവൽ ചെയ്യുക ആ മീഡിയത്തിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെയും മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ആ മീഡിയത്തിൽ കൂടിയുള്ള വെലോസിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ സ്പീഡ് ഓഫ് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ഇൻ എനി മീഡിയം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ സാധിക്കുക. V = E/ρ എന്നാണ് ഇക്വേഷൻ. ഇവിടെ E എന്ന് പറയുന്നത് വേവ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ρ ആ മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയുമാണ്. ഇനി എയറിൽ കൂടിയാണോ സോളിഡിൽ കൂടിയാണോ ലിക്വിഡിൽ കൂടിയൊക്കെയാണോ ട്രാവൽ ചെയ്യുന്നത്, ഏത് മീഡിയത്തിലാണോ അതിനനുസരിച്ച് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതായത് എക്സാമ്പിളായിട്ട് സോളിഡ്സിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെ കേസിൽ യങ്സ് മോഡുലസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇക്ക് പകരം നമുക്ക് Y എന്ന് യൂസ് ചെയ്യാൻ പറ്റും. സോളിഡ്സ് കൂടിയാണ് സൗണ്ട് വേവ് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ സോളിഡ്സിൽ കൂടി വേവ് ട്രാവൽ ചെയ്യുമ്പോൾ സോളിഡിൽ കൂടി സൗണ്ട് വേവ് ട്രാവൽ ചെയ്യും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഡെസ്കിലൊക്കെ തല വെച്ചിട്ട് ഒന്ന് കൊട്ടുകയാണെങ്കിൽ ആ ഡെസ്കിൽ കൂടി വരുന്ന സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ വളരെ ഹൈ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഏതൊരു സോളിഡിൽ കൂടിയും സൗണ്ട് വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ആ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ് V = Y/ρ, √y/ρ, where Y is Young's modulus of the material and ρ is density of the material. അതുപോലെ തന്നെ നമുക്കറിയാം വെള്ളത്തിൽ കൂടി ഏതൊരു ലിക്വിഡിൽ കൂടിയും സൗണ്ട് വേവ്സിന് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ലിക്വിഡ്സിൽ കൂടിയാണ് സൗണ്ട് വേവ്സ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ലിക്വിഡ്സിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ V = B/ρ എന്നാണ് എഴുതുക. ഈ റൂട്ട് മൊത്തത്തിൽ വേണം കേട്ടോ, B/ρ എടുത്തിട്ട് വേണം റൂട്ട് ചെയ്യാനായിട്ട്. എല്ലാ കേസിലും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്നത് ആ ലിക്വിഡിൻ്റെ ബൾക്ക് മോഡുലസ് വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ρ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി. ഇനി സോളിഡ്സിലാണെങ്കിലും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഗ്യാസസിൽ കൂടിയാണ് വേവ്സ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഗ്യാസസിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയുടെ ഇക്വേഷനും ഈ സെയിം തന്നെയാണ്. V = B/ρ എന്ന് തന്നെയാണ്. B is bulk modulus of the gas through which the waves are traveling and ρ is density of the gas. അപ്പോൾ ഇതാണ് ജനറലായിട്ട് ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ഏതെങ്കിലും ഒരു മീഡിയത്തിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ. നിങ്ങൾ ഓർക്കുക, സോളിഡ്സിലാണെങ്കിൽ യങ്സ് മോഡുലസ് വാല്യൂ എടുക്കണം, ലിക്വിഡ്സിലും ഗ്യാസസിലും ആണെങ്കിൽ ബൾക്ക് മോഡുലസ് വാല്യൂ ആണ്. ജനറൽ ഇക്വേഷൻ √E/ρ ആണ്. സോളിഡിലാണെങ്കിൽ ഇക്ക് പകരം Y എടുക്കുക, ലിക്വിഡിലോ ഗ്യാസിലോ ആണെങ്കിൽ ഇക്ക് പകരം B എടുക്കുക. അങ്ങനെ നമുക്ക് ഏതൊരു മീഡിയത്തിൽ കൂടിയും സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള അവയുടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഗ്യാസിൽ കൂടി സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ലോങ്ങിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ V = B/ρ എന്നാണ്. ഇവിടെ B എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ ബൾക്ക് മോഡുലസ് വാല്യൂ ആണ്. ഇനി ഗ്യാസിൽ കൂടി ഈ സൗണ്ട് വേവ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഗ്യാസ് ട്രാവൽ ചെയ്യുന്ന ആ ഗ്യാഷ്യസ് മീഡിയം അതിനെ നമുക്കൊരു തെർമോഡൈനമിക് സിസ്റ്റമായിട്ട് കരുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്യാസിൽ കൂടി ഈ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഗ്യാഷ്യസ് മീഡിയത്തിൻ്റെ പ്രഷറിലും വോളിയത്തിലും ഒക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ന്യൂട്ടൻ്റെ അസംപ്ഷൻ അനുസരിച്ച് ഈ
തെർമോഡൈനമിക് ചേഞ്ചസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് എന്നാണ് ന്യൂട്ടൺ അസ്യൂം ചെയ്തത്. അപ്പോൾ അങ്ങനെ സ്ലോ ആയിട്ട് ഒരു പ്രഷറിലും വോളിയത്തിലും ഒക്കെ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ, സൗണ്ട് വേവ് എയറിൽ കൂടി പോകുമ്പോൾ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നാൽ ആ ടെമ്പറേച്ചർ സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതുമൂലം സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തപ്പെടും. അതുകൊണ്ട് സൗണ്ട് വേവ്സ് എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അത് ആ എയർ മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ഒരു ഐസോതെർമൽ പ്രോസസ്സ് ആണ് എന്നാണ് ന്യൂട്ടൺ അസ്യൂം ചെയ്തത്. അപ്പോൾ ന്യൂട്ടൻ്റെ ഒരു അസംഷൻ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. വെൻ സൗണ്ട് വേവ് ട്രാവൽ ത്രൂ എയർ, ന്യൂട്ടൺ assumed that the propagation of sound wave produces changes in pressure and volume of the gas, but there is no change in temperature, since there is time to exchange the temperature with the surroundings, since it is a slow process. So it is an isothermal process. അപ്പോൾ ഒരു ഐസോതെർമൽ പ്രോസസ്സ് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ തെർമോഡൈനമിക് ഇക്വേഷൻ എന്ന് പറയുന്നത് PV = a കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. PV = RT എന്നാണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചറുമാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് R × Tയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിനുള്ള ജനറൽ ഇക്വേഷൻ നിങ്ങൾ തെർമോഡൈനമിക്സ് പഠിച്ചിട്ടുണ്ട്. അത് PV = a കോൺസ്റ്റൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ, ഐസോതെർമൽ പ്രോസസ്സിലുള്ള ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ബൾക്ക് മോഡുലസിനുള്ള ഇക്വേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ പഠിച്ചു വെലോസിറ്റി ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് √B/ρ ആണ് ഗ്യാസിൽ കൂടി സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോഴെന്ന്. അപ്പോൾ ഈ ബൾക്ക് മോഡുലസ് വാല്യൂ എന്നുള്ളത് ഗ്യാസസിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഐസോതെർമൽ പ്രോസസ്സിനുള്ള ഇക്വേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് ബൾക്ക് മോഡുലസ് വാല്യൂവിനുള്ള ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് അത് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസോതെർമൽ പ്രോസസ്സിനുള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ഈ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 ടേം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, P × V എന്നാണ്. അപ്പോൾ P × Vയുടെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ്, പ്ലസ് സെക്കൻഡ് ടേം ഏതാ V × ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ P ഫസ്റ്റ് ടേം × ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ΔV, പ്ലസ് സെക്കൻഡ് ടേം V × ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ΔP = സിയുടെ ഡെറിവേറ്റീവ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് ഈ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഇനി ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ എന്താ കിട്ടുക? P∆V = ഈ ടൈം അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ -V ΔP എന്ന് കിട്ടും. ഇതിൽ നിന്ന് പിയും കൂടെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ, P ലെഫ്റ്റിൽ നിർത്തി ΔV മാത്രം റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ ഇക്വേഷൻ വിൽ ബിക്കം P = -V ΔP/ΔV. ഇനി നിങ്ങൾ ബൾക്ക് മോഡുലസിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ബൾക്ക് മോഡുലസിനുള്ള ഇക്വേഷൻ എന്താ? ബൾക്ക് മോഡുലസ് = വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ അല്ലേ. വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് അവിടെ പ്രഷറിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പം വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ എത്തക്ക വിധത്തിൽ സർഫസിൽ നമ്മൾ നോർമലായിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് സ്ട്രെസ്സ്. നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് പ്രഷറിന് ഈക്വലാണ്, പ്രഷറിലുണ്ടാകുന്ന ചേഞ്ചിന് ഈക്വലാണ്. അപ്പോൾ വോളിയം സ്ട്രെസ് എന്ന് പറയുന്നത് ΔPക്ക് ഈക്വലാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വോളിയം സ്ട്രെസ്സിന് പകരം -ΔP എന്ന് കൊടുത്തത്. വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അത് ΔV/V. ഇതിൽ V നമുക്ക് റെസിപ്രോക്കൽ എടുത്ത്, ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V റൈറ്റ് മോളിലേക്ക് പോകും. സോ ദ ഇക്വേഷൻ ഫോർ ബൾക്ക് മോഡുലസ് ക്യാൻ ബി റിട്ടൺ ആസ് -V × ΔP/ΔV. ഇത് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ബൾക്ക് മോഡുലസിനുള്ള ഇക്വേഷൻ. നിങ്ങൾക്കറിയാം -സൈൻ വരാൻ കാരണം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുകയാണ് എന്ന് കാണിക്കാനാണ് അവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്. സോളിഡ്സിൻ്റെ ആപ്പിൽ നമ്മൾ ആ സൈൻ കൊടുക്കാറില്ലായിരുന്നു, ഇവിടെ നമ്മൾ ആ സൈൻ കൂടി കൊടുക്കണം.
അപ്പോൾ ഇതാണ് ബൾക്ക് മോഡുലസിനുള്ള ഇക്വേഷൻ -v ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി. ഈ സെയിം ഇക്വേഷനാണ് ഇവിടെ നമ്മൾ ഈ ഡെറിവേറ്റീവ് എടുത്ത് വന്നപ്പോൾ ഈ റൈറ്റ് സൈഡ് കിട്ടിയിരിക്കുക. അപ്പോൾ ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? ബൾക്ക് മോഡുലസിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പി അല്ലേ, ബി ഈക്വൽ ടു പി എന്ന് നമുക്ക് ഇവിടെ നിന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്യാഷ്യസ് മീഡിയത്തിൽ ഐസോതെർമൽ പ്രോസസ്സാണ്, ഐസോതെർമൽ ചേഞ്ചസ് ആണ് സൗണ്ട് വേവ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ മീഡിയത്തിൻ്റെ ബൾക്ക് മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ പ്രഷറിന് ഈക്വലാണ് എന്നതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. ഈ ഒരു പ്രൂഫ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഫോർ ഐസോതെർമൽ പ്രോസസ് ഷോ ദാറ്റ് ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് ചോദിക്കാം. അത് ചോദിച്ചാൽ നമ്മളിതാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മളിനി ചെയ്യാൻ പോവുക ലോങ്നിറ്റ്യൂഡിനൽ വേവ്സ് ഗ്യാസിൽ കൂടി അല്ലെങ്കിൽ എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡിനുള്ള അല്ലെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. v ഈക്വൽ ടു √b/ρ എന്നാണ് ലോങ്നിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇവിടെ ഈ ബി ബൾക്ക് മോഡുലസ് ആണ്. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. സോ ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ബിക്കംസ് v ഈക്വൽ ടു √p/ρ, where p is pressure of the gas and ρ is density of the gas. ഈ ഇക്വേഷനാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് അറിയപ്പെടുക. ന്യൂട്ടൻ്റെ അസംഷൻ അനുസരിച്ച് ഐസോതെർമൽ പ്രോസസ്സിൽ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ പ്രഷറിന് ഈക്വലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുശേഷം വെലോസിറ്റിക്കുള്ള ഇക്വേഷനിൽ ബിക്ക് പകരം പി എന്ന് കൊടുക്കുമ്പോഴാണ് ഇക്വേഷൻ കിട്ടുക. ഇതാണ് ന്യൂട്ടൺസ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ഇൻ എയർ. ഇക്വേഷൻ നിങ്ങൾ കാണാണ്ട് പഠിക്കണം, ഈ ഡെറിവേഷനും പഠിക്കണം, എന്ന് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് എയറിൽ കൂടി സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കാണാനായിട്ട് എയറിൻ്റെ പ്രഷർ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ STPയിലാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.013 × 10⁵ എന്നാണ്. അതുപോലെ ഡെൻസിറ്റി ഓഫ് എയർ 1.214 ആണ്. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സൗണ്ട് വേവ് എയറിൽ കൂടി ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്ക് കിട്ടുന്ന ആൻസർ 280 m/s എന്നാണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്ന സൗണ്ട് വേവിൻ്റെ എയറിൽ കൂടിയുള്ള വെലോസിറ്റിയുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 280 m/s ആണ്, ന്യൂട്ടൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സൗണ്ട് വേവ് എയറിൽ കൂടി പോകുമ്പോഴുള്ള വെലോസിറ്റി എക്സ്പെരിമെൻ്റൽ മെത്തേഡ് വഴി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 332 m/s എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എക്സ്പെരിമെൻ്റൽ വാല്യൂ 332 m/s ആണ്. പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 280 m/s ഉള്ളൂ. ഇപ്പോൾ എക്സ്പെരിമെൻ്റൽ വാല്യൂവും തിയററ്റിക്കൽ വാല്യൂ, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂവും തമ്മിൽ എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ. അപ്പോൾ ആ എക്സ്പെരിമെൻ്റൽ വാല്യൂ തിയററ്റിക്കൽ വാല്യൂ ആയിട്ട് ഒത്തുപോകുന്നില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എക്സ്പെരിമെൻ്റൽ വാല്യൂ നമുക്ക് കിട്ടാത്തത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ആ ഇക്വേഷന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് പിന്നീട് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കറക്റ്റ് ചെയ്ത് ലാപ്ലേസ് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ലാപ്ലേസ് കറക്ഷൻ കൂടി പഠിക്കാനുണ്ട്. ലാപ്ലേസ് കറക്ഷൻ ഫോർ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുക. ഈ ന്യൂട്ടൻ്റെ ഇക്വേഷനകത്ത് ഇങ്ങനെ ഒരു ഡ്രോബാക്ക് വരാൻ കാരണം, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ വാല്യൂ കൃത്യമായിട്ട് കിട്ടാതെ വന്നതിന് കാരണം ന്യൂട്ടൻ്റെ അസംഷനിലുണ്ടായ ചെറിയൊരു പ്രശ്നമാണ്. ന്യൂട്ടൺ എന്താ അസ്യൂം ചെയ്തത്? സൗണ്ട് വേവ് എയറിൽ കൂടി പോകുമ്പോൾ അത് ആ മീഡിയത്തിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് വളരെ സ്ലോ ആണ്. പ്രഷറിലും വോളിയത്തിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായാൽ അത് സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ അതൊരു ഐസോതെർമൽ പ്രോസസ്സായിട്ട് നിൽക്കും എന്നൊക്കെയാണ് ന്യൂട്ടൺ അസ്യൂം ചെയ്തത്. പക്ഷേ ലാപ്ലേസ് പറഞ്ഞു ഈ പ്രോസസ്സ് ഒരു സ്ലോ പ്രോസസ്സല്ല, ഇതൊരു ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ മീഡിയത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സറൗണ്ടിങ്സുമായിട്ട് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കില്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സ് ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ് എന്നാണ് ലാപ്ലേസ് അസ്യൂം ചെയ്തത്. അപ്പോൾ ലാപ്ലേസിൻ്റെ അസംഷൻ ഇതാണ്: സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസസ് അഡയബാറ്റിക് ചേഞ്ചസ് ഇൻ ദ മീഡിയം എന്നുള്ളതാണ്.
It is a quick process and there is no time to exchange heat with the surroundings. So it is an adiabatic process. ഇതാണ് ലാപ്ലേസിൻ്റെ അസംഷൻ. അപ്പോൾ ഇതൊരു അഡൈബാറ്റിക് പ്രോസസ്സ് ആണെങ്കിൽ അഡൈബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷനും നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് അഡൈബാറ്റിക് പ്രോസസ്സിനുള്ള തെർമോഡൈനാമിക് ഇക്വേഷൻ. പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. പി പ്രഷർ, വി വോളിയം. ഈ ഗാമ എന്ന് പറയുന്നത് നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ് അല്ലേ? ഗാമ ഈക്വൽ ടു സി പി ബൈ സി വി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഗാമ തന്നെയാണിത്. അപ്പോൾ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് അഡൈബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷൻ. അപ്പോൾ നമ്മൾ കണ്ടു ലാപ്ലേസ് ഈ പ്രോസസ്സ് ഒരു അഡൈബാറ്റിക് പ്രോസസ്സാണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അഡൈബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിൽ ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ എന്തായിരിക്കും? അത് നമുക്ക് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ഈ അഡൈബാറ്റിക് പ്രോസസ്സിനുള്ള ഇക്വേഷൻ എടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ടേം പി അല്ലേ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം വി റൈസ് ടു ഗാമ എന്നുള്ളതാണ് ഇവിടെ സെക്കൻഡ് ടേം. വിക്കൊരു പവറുണ്ട് ഗാമ എന്നുള്ളത്. അപ്പം അങ്ങനെ വി റൈസ് ടു ഗാമയുടെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുക? പവറിൻ്റെ വാല്യൂ ഗാമ ആദ്യം ഗാമ ഇൻറ്റു വി റൈസ് ടു ഗാമ മൈനസ് 1. നിങ്ങൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടാവും. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്നാണ് എക്സ് റൈസ് ടു എൻ എന്നുള്ള അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ വി റൈസ് ടു ഗാമയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം ഗാമ എന്നുള്ള പവർ ആദ്യം ഇടണം ഇൻറ്റു വി റൈസ് ടു ഗാമ മൈനസ് 1 പവറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യണം. എൻ മൈനസ് 1 എടുക്കുന്ന പോലെ ഇവിടെ ഗാമ മൈനസ് 1. ഇതാണ് ഈ പവർ വരുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വി റൈസ് ടു ഗാമയുടെ ഡെറിവേറ്റീവാണ്. വി റൈസ് ടു ഗാമ എന്ന് പറയുമ്പോൾ ആ ഗാമയുടെ തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത്രയും വരും ആ ഫംഗ്ഷൻ്റെ ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവോടെ എടുക്കണം. മാത്സിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പഠിക്കുന്നില്ല. അതിന് കാരണം വേറെയൊക്കെയാണ്. അത് ഇവിടെ നമുക്ക് ഇതങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പവർ ആയിട്ട് വരുന്ന ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണിത്. ഇൻറ്റു വിയുടെ ഡെറിവേറ്റീവോടെ ചെയ്യണം എന്ന് ഓർക്കുക. ഡെൽറ്റ വി പ്ലസ് ഫസ്റ്റ് ടേം വി റൈസ് ടു ഗാമ സെക്കൻഡ് ടേം വി റൈസ് ടു ഗാമ ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ഡെൽറ്റ പി ഈക്വൽ ടു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഈ ഡെറിവേറ്റീവ് എടുക്കുന്ന സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഗാമ ഇൻറ്റു പി ഇത്രയും മാത്രം ലെഫ്റ്റ് സൈഡ് നിർത്തുന്നു. ആദ്യം നമുക്ക് ഈ വി റൈസ് ടു ഗാമ ഡെൽറ്റ പി റൈറ്റിലേക്ക് ഉണ്ടാകും. അപ്പോൾ അത് മൈനസ് വി റൈസ് ടു ഗാമ ഡെൽറ്റ പി എന്നാകും. അപ്പോൾ ഈ ടേം മൊത്തം ഇവിടെ ഇട്ടിട്ട് ഇത് മാത്രം റൈറ്റിൽ കൊണ്ടുപോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗാമ പി മാത്രം ഇവിടെ നിർത്തുക. അപ്പോൾ മൈനസ് വി റൈസ് ടു ഗാമ ഡെൽറ്റ പി റൈറ്റിൽ പോയി അത് ബൈ ഇതും കൂടെ വരും വി റൈസ് ടു ഗാമ മൈനസ് 1 ഡെൽറ്റ വി എന്ന് എഴുതി നോക്കുക കേട്ടോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ കണ്ടോ, ഇവിടെ വി റൈസ് ടു ഗാമ എന്നുണ്ട്, ഇവിടെ വി റൈസ് ടു ഗാമ മൈനസ് 1 ഉണ്ട്. ഇപ്പോൾ ഗാമയുടെ വാല്യൂ ഒരു 5 ആണെന്ന് വിചാരിച്ച്. അപ്പോൾ വി റൈസ് ടു 5 ബൈ വി റൈസ് ടു 5 മൈനസ് 1 എത്രയാണ് 4. ഇപ്പോൾ മുകളിൽ വി റൈസ് ടു 5 ഉണ്ട്, ഇവിടെ വി റൈസ് ടു 4 ആണെങ്കിൽ എന്താ ആൻസർ? വി റൈസ് ടു 5 ബൈ വി റൈസ് ടു 4 വി റൈസ് ടു 1 എന്നല്ലേ വരുന്നത്. അതുപോലെ ഇവിടെ വി റൈസ് ടു ഗാമ ബൈ വി റൈസ് ടു ഗാമ മൈനസ് 1 ഗാമയുടെ വാല്യൂ എന്തായാലും ഇവിടെ വി റൈസ് ടു ഗാമയും ഇവിടെ വി റൈസ് ടു ഗാമ മൈനസ് 1 ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറും വി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ വരിക? ഗാമ ഇൻറ്റു പി ഈക്വൽ ടു മൈനസ് വി വി റൈസ് ടു ഗാമയും ഗാമ മൈനസ് 1 കൂടെ വെട്ടിപ്പോയുള്ള വി ആണ് വി റൈസ് ടു 1 ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്നാണ് കിട്ടുക. ഇത് നമ്മൾ നേരത്തെ കണ്ടു. മൈനസ് വി ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി എന്ന് പറയുന്ന ബൾക്ക് മോഡുലസിൻ്റെ വാല്യൂ ആണ്, ബി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ബി ഈക്വൽ ടു ഗാമ പി എന്ന് കിട്ടും. കണ്ടോ, ബി ഈക്വൽ ടു ഗാമ പി. ഇനി നമ്മുടെ സൗണ്ട് വേവിൻ്റെ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ബൈ റോ. ആ ബിക്ക് പകരം എന്ത് കൊടുക്കണം? ഗാമ പി കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് ലോങ്നിറ്റ്യൂഡിനൽ വേവിനുള്ള ലാപ്ലേസിൻ്റെ ഇക്വേഷൻ.
ഇനി ഈ ഇക്വേഷനകത്ത് ഗാമ ഞാൻ ആദ്യമേ പറഞ്ഞു റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റാണ്. പി അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രഷർ, റോ ഡെൻസിറ്റി ഓഫ് ഗ്യാസ്. ഈ വാല്യൂസ് കൊടുത്ത് നമുക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അവിടെ ഉള്ള മോളിക്യൂൾസ്, ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്ന ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഇങ്ങനെയൊക്കെയുള്ള ഡയാറ്റോമിക് മോളിക്യൂൾസാണ്. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഗാമയുടെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ദ ഗാമ വാല്യൂ ഈസ് എത്രയാ? ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ ഗാമ വാല്യൂ 1.4 ആണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം, ഡെൻസിറ്റി ഓഫ് എയർ കൊടുക്കാം. അങ്ങനെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ലാപ്ലേസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെലോസിറ്റി ഓഫ് സൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 331.6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടെക്സ്റ്റിൽ അതും കാൽക്കുലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ടെക്സ്റ്റ് എടുത്ത് നോക്കുക, കാൽക്കുലേഷനോടെ ബുക്കിലേക്ക് എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ 331.6 എന്നുള്ള ഒരു തിയററ്റിക്കൽ വാല്യൂ ആണ് നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 332 ആണ്. അപ്പോൾ 332 എന്നുള്ള എക്സ്പെരിമെൻ്റൽ വാല്യൂവും ഇപ്പോൾ നമുക്ക് തിയററ്റിക്കലായിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടുന്ന 331.6 എന്നുള്ള വാല്യൂവും ഏകദേശം വളരെ നിയർലി ഈക്വൽ ആണ് എന്ന് പറയാം. അതുകൊണ്ട് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് കറക്റ്റാണ് എന്ന് നമുക്കതിൽ നിന്ന് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് sound in air at STP. The mass of 1 mole of air is 29 into 10 raised to minus 3 kilogram. യങ്സ് മോഡുലസ് വൈ ഇവിടെ തന്നിരിക്കുന്ന വൈ അല്ല, ഗാമയാണ് കേട്ടോ. ഗാമ എന്നുള്ള സിമ്പിളാണ്. ഗാമ ഈക്വൽ ടു 1.40. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം. ഇത് നമ്മളെങ്ങനെ ചെയ്യും? ഇവിടെ കാൽക്കുലേറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ എന്നാണ് പറഞ്ഞിരിക്കുക. അറ്റ് STP. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ്. അങ്ങനെയുള്ള ഒരു ഗ്യാസിൻ്റെ STPയിലുള്ള ഗ്യാസിൽ കൂടി സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ഇക്വേഷൻ V ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ P ബൈ റോ എന്നാണ് ലാപ്ലേസ് ഇക്വേഷൻ. ഗാമയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. P പ്രഷറാണ്, അത് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. കാരണം ഇവിടെ STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഗാമ P വാല്യൂസ് അറിയാം. ഇനി റോ എന്ന് പറയുന്നത് തന്നെ റോ ഈസ് ഡെൻസിറ്റി ഓഫ് എയർ ആണ്. അത് നമുക്കിവിടെ നേരെ തന്നിട്ടില്ല. പകരം മാസ് ഓഫ് 1 മോൾ ഓഫ് എയർ ഈസ് 29 into 10 raised to minus 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മോൾ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം എത്രയാണ്? 22.4 ലിറ്റേഴ്സ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ. 1 മോൾ ഓഫ് ഗ്യാസിൻ്റെ വോളിയം 22.4 ലിറ്റേഴ്സ് ആണ്. ഇപ്പോൾ 22.4 ലിറ്റേഴ്സ് ഓഫ് ഗ്യാസിൻ്റെ മാസ്സാണ് ഇവിടെ തന്നിരിക്കുക. 29 into 10 raised to minus 3. ഇതിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇവിടെ മാസ് 29 into 10 raised to minus 3 ബൈ വോളിയം. കണ്ടില്ലേ, 1 മോളിൻ്റെ വോളിയം 22.4 ലിറ്ററാണ്. ആ ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. മീറ്റർ ക്യൂബിലേക്ക് മാറ്റുമ്പം 10 raised to minus 3 എന്നാണ് കൺവേർട്ട് ചെയ്യുക. 1000 ലിറ്ററാണ് ഒരു മീറ്റർ ക്യൂബ്. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ഒരു മീറ്റർ ക്യൂബ്. അപ്പോൾ ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് ബൈ 1000 അല്ലെങ്കിൽ 10 raised to minus 3 മീറ്റർ ക്യൂബാണ് ഒരു ലിറ്റർ. ഇപ്പോൾ 22.4 ലിറ്റർ 22.4 into 10 raised to minus 3 മീറ്റർ ക്യൂബ് എന്ന് എഴുതണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് മാസ് ബൈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.29 എന്നാണ് ഡെൻസിറ്റിയുടെ വാല്യൂ കിട്ടുക. ഇനി നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ അറിയാം.
ഗാമയുടെ വാല്യൂ 1.4 എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് കാണാനുള്ള ഇക്വേഷൻ v √γp/ρ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമയുടെ വാല്യൂ 1.4 ഇൻറ്റു പി അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ ബൈ ഡെൻസിറ്റി 1.29. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 331.6 m/s ആണ്. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എക്സ്പെരിമെൻ്റൽ വാല്യൂ 332 ആണ്. അപ്പോൾ ഈ വാല്യൂസ് കോയിൻസൈഡ് ചെയ്ത് വരുന്നതായിട്ട് ഈക്വലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ വരാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് സൗണ്ട് എയറിൽ കൂടി പോകുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഗ്യാസസ് മീഡിയത്തിൽ കൂടി അല്ലെങ്കിൽ എയറിൽ കൂടിയൊക്കെ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയെ അല്ലെങ്കിൽ സ്പീഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. നമുക്ക് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ അറിയാം. v √γp/ρ എന്നാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നോക്കുമ്പോൾ ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് സ്പീഡ് എന്ന് പറയുന്നത്? ഗാമ ഗ്യാസിൻ്റെ ഒരു സ്പെസിഫിക് വാല്യൂ, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൂടാതെ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? പി പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അതുപോലെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നുന്നു അല്ലേ? ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുക. പക്ഷേ ഈ പ്രഷറിൻ്റെ വാല്യൂവിനെ എങ്ങനെയാണ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. അപ്പോൾ പ്രഷർ കൂടുക എന്ന് പറയുമ്പം നമ്മൾ ആ ഗ്യാഷ്യസ് മീഡിയത്തിനെ ഒന്ന് അമർത്തുന്ന, ഒരു കംപ്രസ് ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാകുക. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ ഇത് കംപ്രസ് ചെയ്യപ്പെടുക ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വോളിയം കുറയും. വോളിയം കുറയുന്നു, മാസിൽ വേരിയേഷൻ ഇല്ല. മാസ് ബൈ വോളിയം, ഡെൻസിറ്റിയുടെ വാല്യൂ കംപ്രസ് ചെയ്യുമ്പം കൂടുന്നു അല്ലേ? അപ്പോൾ ഡെൻസിറ്റി കൂടുകയാണ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ അതിനനുസരിച്ച് ഡെൻസിറ്റിയുടെ വാല്യൂ, റോയുടെ വാല്യൂവും കൂടുന്നു പ്രൊപ്പോർഷനേറ്റായിട്ട്. അപ്പോൾ പി കൂടുമ്പോൾ റോയും കൂടുന്നു, പ്രൊപ്പോർഷനേറ്റായിട്ടാണ് കൂടുന്നത്. അപ്പോൾ p/ρ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയാലും ഇനി പ്രഷർ കുറയുകയാണെങ്കിൽ അതനുസരിച്ച് ഡെൻസിറ്റി കുറയും. അപ്പോഴും p/ρ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രഷറിലുണ്ടാകുന്ന ചേഞ്ചസ് വെലോസിറ്റിയിൽ യാതൊരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല എന്നാണ്. അപ്പോൾ p/ρ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ചസ് ഇൻ പ്രഷർ എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഒരു ഫാക്ടർ പ്രഷറായിട്ട് നമ്മൾക്ക് തോന്നി, പക്ഷെ പ്രഷറിൻ്റെ വേരിയേഷൻസ് വെലോസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഉള്ളതാണ് യഥാർത്ഥം. ഇപ്പോൾ p/ρ കോൺസ്റ്റൻ്റ് ആണ്. പി കൂടുമ്പോൾ റോ കൂടുന്നു, പി കുറയുമ്പോൾ റോ കുറയുന്നു. p/ρ is always a constant, so the velocity is independent of the changes in pressure. ഇതാണ് ഒരു കാര്യം. അടുത്തതായിട്ട് ഇനി ഹ്യൂമിഡിറ്റി ഈ സൗണ്ടിൻ്റെ സ്പീഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിലെ എയർ ഡ്രൈ എയർ നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണോ സൗണ്ടിൻ്റെ സ്പീഡ് കൂടുതൽ? അതെയോ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ വാട്ടർ വേപ്പറിൻ്റെ അളവൊക്കെ കൂടി ഈർപ്പമൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കുമോ സൗണ്ടിൻ്റെ വെലോസിറ്റി കൂടുതൽ? അത് നമ്മൾ നോക്കുന്നത് ഈ ഇക്വേഷൻ വെച്ച് തന്നെയാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ γp/ρ എന്ന് നമ്മൾ കണ്ടു. ഇവിടെ റോ എന്ന് പറയുന്നത് എയറിൻ്റെ അല്ലെങ്കിൽ ഗ്യാഷ്യസ് മീഡിയത്തിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി ഈ ഡെൻസിറ്റിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുന്നതാണ്. വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റിക്ക് എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ നീരാവി, വെള്ളം തിളയ്ക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നീരാവി എന്താ ചെയ്യുന്നത്? നീരാവി ഇങ്ങനെ പൊങ്ങിപ്പോവും. നീരാവി മുകളിലോട്ട് പൊങ്ങിപ്പോകുന്നതിന് കാരണം എന്തായിരിക്കും? ആ നീരാവിയുടെ ഡെൻസിറ്റി എയറിനേക്കാൾ കുറവാണ്. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ ഡെൻസിറ്റി ഡ്രൈ എയറിനേക്കാൾ കുറവാണ്. ക്ലിയറായോ? അപ്പോൾ അങ്ങനെ ഡെൻസിറ്റി വാട്ടർ വേപ്പറിന് കുറവാണെങ്കിൽ ഈ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടുതലുള്ള ഹ്യൂമിഡ് എയറിൻ്റെ ഡെൻസിറ്റി ഡ്രൈ എയറിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ഒരു നമ്മുടെ സാധാരണ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. കണ്ടോ? ശ്രദ്ധിച്ചോ? അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുക.
ഇനി എയറിൻ്റെ ഡെൻസിറ്റി കുറയുമ്പോൾ, അതായത് റോ വാല്യൂ കുറയുമ്പോൾ, ഇവിടെ ഈ റോ വാല്യൂ ഡിനോമിനേറ്ററിലാണ് കിടക്കുക. അപ്പോൾ റോ കുറയുമ്പോൾ ഗാമ പി ബൈ റോയുടെ വാല്യൂ കൂടുന്നു, അല്ലെങ്കിൽ എയറിൽ കൂടിയുള്ള സൗണ്ടിൻ്റെ സ്പീഡ് കൂടുന്നു. കണ്ടോ, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ആണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ എയറിൻ്റെ ഡെൻസിറ്റി കുറയുന്നു, ഡെൻസിറ്റി കുറയുമ്പോൾ വെലോസിറ്റി കൂടുന്നു. ക്ലിയർ ആയോ? ഇപ്പോൾ 2 ഫാക്ടേഴ്സ് നമ്മളിവിടെ ശ്രദ്ധിച്ചു. ഒന്ന് പ്രഷറാണ്. നമ്മുടെ ഒരു ചിന്ത പ്രഷർ കൂടുമ്പോൾ സ്പീഡ് കൂടണം എന്നൊക്കെയായിരുന്നു. പക്ഷേ പ്രഷർ കൂടുമ്പോൾ റോയും, അതായത് ഡെൻസിറ്റിയും കൂടുന്നു. പി ബൈ റോ ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് വെലോസിറ്റിയിൽ യാതൊരു ചേഞ്ചും ഇല്ല എപ്പോഴാണ് പ്രഷർ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ. രണ്ടാമത്തെ കാര്യം ഹ്യൂമിഡിറ്റി. നമ്മുടെ ഒരു ചിന്ത ഹ്യൂമിഡ് എയർ ആവുമ്പോൾ എന്താ സംഭവിക്കുക, ഡെൻസിറ്റിയുടെ വേരിയേഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കൂടുന്നു എന്നൊക്കെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരാൻ ചിലപ്പോൾ. പക്ഷെ അങ്ങനെ അല്ല. ഡെൻസിറ്റി ഓഫ് എയറിനേക്കാൾ കുറവാണ് വാട്ടർ വേപ്പറിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുക. ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് കൂടുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുക. അടുത്ത ഒരു ഫാക്ടറും കൂടെയുണ്ട്. എന്താണെന്നറിയാമോ? ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിൻ്റെ സ്പീഡ് എന്ത് വേരിയേഷൻ വരും, അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇക്വേഷനിലേക്ക് വരണം. കാരണം നമ്മുടെ ഈ ഇക്വേഷനകത്ത് ടെമ്പറേച്ചർ എന്നുള്ള ടേം വരുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള ഇക്വേഷൻ V = ഗാമ പി ബൈ റോ ആണ്. ഇവിടെ റോയ്ക്ക് പകരം നമുക്ക് മാസ് ബൈ വോളിയം, ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ ആ റോയ്ക്ക് പകരം m/v എന്ന് കൊടുക്കാം. ഈ V എന്ത് ചെയ്യും, മുകളിലേക്ക് വരും, റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ V = √of ഗാമ PV by m എന്നാവും. ഇനി നിങ്ങൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുണ്ട്. 1 മോൾ ഓഫ് ഐഡിയൽ ഗ്യാസിന് PV = RT എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ആ PVക്ക് പകരം നമുക്ക് RT എന്ന് കൊടുക്കാം. കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫിസിക്സിൽ പിന്നെ പഠിക്കും. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷനാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞ് PV = RT എന്നുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ PVക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, RT എന്ന് കൊടുക്കാം 1 മോൾ ഓഫ് ഗ്യാസിന്. ഇപ്പോൾ നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായി, √of ഗാമ RT by ക്യാപിറ്റൽ M എന്നാവും. ഇവിടെ നമ്മൾ 1 മോൾ ഓഫ് ഗ്യാസ് എടുത്തിരിക്കുക. അതിൻ്റെ മാസ്സാണ് ക്യാപിറ്റൽ M. 1 മോൾ ഗ്യാസിൻ്റെ മാസിനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് മോളിക്കുലർ മാസ്സാണ്. ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ, ട്രയാറ്റോമിക് മോളിക്യൂളിൻ്റെ ഒക്കെ കേസിൽ. മോണോ ആറ്റോമിക് മോളിക്യൂളാണെങ്കിൽ അത് ആറ്റോമിക് മാസ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനോടെ ഒന്ന് കാണാണ്ട് പഠിക്കുക, ടെമ്പറേച്ചറുമായിട്ട് വെലോസിറ്റിക്കുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഇവിടെ M എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മോളിക്കുലർ മാസ്സാണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഗാമ റേഷ്യോ സ്പെസിഫിക്കറ്റ് ആണ്. ഇതൊക്കെ ഒരു ഗ്യാസിനെ സംബന്ധിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ഏതാ, ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചറുമായിട്ട് വെലോസിറ്റിക്കുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എന്താ കിട്ടുക, V = ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി √of ക്യാപിറ്റൽ T, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. അപ്പോൾ ഇതാണ് നമുക്ക് വെലോസിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ V = √of ക്യാപിറ്റൽ T, where T is at absolute temperature. ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് ടെമ്പറേച്ചർ തന്നിരിക്കുന്നതെങ്കിൽ അതിനെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലുള്ള ടെമ്പറേച്ചർ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാനായിട്ട് T ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ 273യുടെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ, അപ്പോൾ നിങ്ങൾക്കിവിടെ T ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയും 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കാണേണ്ടതെങ്കിൽ T ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി എന്ന് പറയുന്ന √of ക്യാപിറ്റൽ Tക്ക് പ്രൊപ്പോർഷണലാണ്. ഈ ക്യാപിറ്റൽ Tക്ക് പകരം T + 273 എന്ന് എഴുതാം. അപ്പോൾ VT = √of T + 273. V0 എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയാണ്. V0 ഈസ് പ്രൊപ്പോർഷണൽ ടു √of ക്യാപിറ്റൽ T. ക്യാപിറ്റൽ Tക്ക് പകരം 0 + 273 എന്ന് എഴുതിയ √of 273. അപ്പോൾ V0 ഈസ് പ്രൊപ്പോർഷണൽ ടു √of 273. VT proportional to √of T + 273. So we can write VT by V0 is equal to √of T + 273 by 273. ഈ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ
വി ടി കാണാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, V0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. V0 ഇൻറ്റു √T+273/273 ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടെമ്പറേച്ചറിലെയും വെലോസിറ്റി കാണാനായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. V0യുടെ വാല്യൂ അറിയാമെങ്കിൽ, V0യുടെ വാല്യൂ ആണ് 332 എന്ന് തിയററ്റിക്കലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇല്ലേ, എക്സ്പെരിമെൻ്റലായിട്ടൊക്കെ ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 332 m/s ആ വാല്യൂ അറിയാം എങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ 20 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 332 ഇൻറ്റു 20 + 273, അപ്പോൾ 293 വരും. 293/273 ചെയ്യുക, അതിൻ്റെ റൂട്ട് എടുക്കുക, അതിനെ V0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമുക്ക് ഏത് ഗിവൺ ടെമ്പറേച്ചറിലെയും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ റൂം ടെമ്പറേച്ചറിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ വെലോസിറ്റി അറിയാമെങ്കിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ, എക്സ്പെരിമെൻ്റലായിട്ടൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലെയൊക്കെ വെലോസിറ്റിയാണ് കിട്ടുന്നത്. അത് അറിയാമെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി കാണാനായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. V0 കിട്ടാനായിട്ട് V0 അങ്ങോട്ട് കൊണ്ടുപോവുക, ഇത് താഴേക്ക് കൊണ്ടുവരിക. VT/√T+273/273 എന്ന് വരും. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുമ്പോൾ VT ഇൻറ്റു √273 മേളിൽ വരും. 273/273 + T എന്ന് വരും. എഴുതി നോക്കുക കേട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ 1 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇവിടെ Tക്ക് വരെ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി കിട്ടും. 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി നമുക്കറിയാം. അപ്പോൾ അവ തമ്മിൽ 1 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയും 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ 0.6 m/s എന്ന് കിട്ടും. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസിലുള്ള വെലോസിറ്റി ഡിഫറൻസ് 0.6 ആണെങ്കിൽ T ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി വ്യത്യാസം എന്ന് പറയുന്നത് 0.6 ഇൻറ്റു T ആയിരിക്കും. അങ്ങനെ നമുക്ക് 0.6 ഇൻറ്റു ടിയുടെ കൂടെ 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി കൂടി ആഡ് ചെയ്യുമ്പോൾ ഏതൊരു ടെമ്പറേച്ചറിലെയും വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അത് ഈ ഇക്വേഷൻ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ, ഇതൊന്നും വലിയ പ്രശ്നമില്ല, ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ഓർത്തിരുന്നാൽ മതി. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. V = √Γ(RT/m). അതുപോലെ V ∝ √T. ഈ 2 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. പിന്നെ ഇത് ഓർത്തിരുന്നാൽ മതി, VT = V0 + 0.6 ഇൻറ്റു T. അതുപോലെ V0 കാണണമെങ്കിൽ VT - 0.6 ഇൻറ്റു T ചെയ്താൽ മതി. ഈ 2 ഇക്വേഷനും ഓർത്തിരിക്കുക. ഇപ്പോൾ ടെമ്പറേച്ചറിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്ത് ഇവിടെ വരെ എഴുതണം. പിന്നെ ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മതി, കാണാണ്ട് പഠിച്ചാൽ മതി. ഇപ്പോൾ 3 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. അടുത്തായിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് 289 Kelvin ഈസ് 340 m/s. ഈ ഒരു ടെമ്പറേച്ചറിലുള്ള വെലോസിറ്റി തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വെലോസിറ്റി ഇഫ് ദ പ്രഷർ ഈസ് ഡബിൾഡ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ് ടു 324 Kelvin. 289 നിന്ന് 324 എന്നുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ എയറിൽ കൂടിയുള്ള സൗണ്ടിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രഷർ ഈസ് ഡബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രഷർ ചേഞ്ചസ് വെലോസിറ്റിയിൽ യാതൊരു ചേഞ്ചും ഉണ്ടാക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ചേഞ്ചസ് ഇൻ പ്രഷർ, നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് വെലോസിറ്റിയിലും ചേഞ്ച് ഉണ്ടാകും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു √T, where T ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതാണ് ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ T2 എന്നൊരു T2 ഡിഗ്രി കെൽവിൻ അല്ലേ, ആ ടെമ്പറേച്ചർ T2 തന്നിട്ടുണ്ട് 324. അതിലെ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് V2 എന്ന് വിളിച്ചാൽ V2 പ്രൊപ്പോർഷണൽ ടു √T2. അതുപോലെ ഇവിടെ നമുക്ക് T1 എന്നൊരു ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അവിടുത്തെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് V1 എന്നും ഇത് T1 എന്നും എഴുതിയാൽ
V1 proportional to root of T1. അപ്പോൾ V1 proportional to root of T1 and V2 proportional to root of T2. അത് രണ്ടോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? V2 by V1 equal to root of T2 by T1. ഇനി വാല്യൂസൊക്കെ കൊടുക്കാം. V2 അറിയില്ല, ബൈ V2 എന്ന് പറയുന്ന ഏത് ടെമ്പറേച്ചറിലെയാണ്? 324 കെൽവിനിലെ. V2 by V1ൻ്റെ വാല്യൂ എഴുതണ്ടേ. V1 എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു V2 എന്ന് പറയുന്നത് 324 കെൽവിനിലെ വെലോസിറ്റിയാണ്. അപ്പോൾ T2ന് പകരം 324 കൊടുക്കുക, T1ന് പകരം 289 കൊടുക്കുക. ആ വാല്യൂസ് കൊടുത്ത് V2 കാൽക്കുലേറ്റ് ചെയ്യാം. then we'll get 360 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 289 എന്ന് പറയുന്നത് ഏകദേശം ഒരു 16 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിയാണ്. 273യുടെ കൂടെ 16 ആഡ് ചെയ്യുമ്പോഴല്ലേ 289 കിട്ടുന്നത്. അപ്പോൾ 16 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റി 340 ആണ്. അത് തന്നിട്ടുണ്ടായിരുന്നു. 324 കെൽവിൻ എന്ന് പറയുമ്പോൾ 324ൽ നിന്ന് 273 മൈനസ് ചെയ്ത് നോക്കുക. അത്രയും ഡിഗ്രി സെൽഷ്യസ് ആ ടെമ്പറേച്ചറിലെ വെലോസിറ്റിയാണ് ചോദിച്ചിരുന്നത്. അത് കണ്ടോ, 360 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. അടുത്ത, ഫൈൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഓക്സിജൻ is same as that of hydrogen at 0 degree Celsius. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഓക്സിജൻ ഹൈഡ്രജനിൽ 0 ഡിഗ്രി സെൽഷ്യസിലെ വെലോസിറ്റിക്ക് ഈക്വൽ ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ് എന്ന് കണ്ടുപിടിക്കും. ഹൈഡ്രജനിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്. ആ സെയിം വെലോസിറ്റി കിട്ടണമെങ്കിൽ ഓക്സിജൻ ഗ്യാസിൽ കൂടി ഏത് ടെമ്പറേച്ചറിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് അതിൽ കൂടി സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്ന കേസൊക്കെയാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ മോളിക്യൂൾസിനുമായിട്ട് അതിൻ്റെ മാസുമായിട്ട് മോളിക്കുലർ മാസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റായ ഇക്വേഷൻ എടുക്കണം. നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഓഫ് സൗണ്ട് ടെമ്പറേച്ചർ അതിനുള്ള ഇക്വേഷൻ V = √γ(RT/m) ഓർക്കുന്നില്ലേ? അപ്പോൾ ആ M എന്ന് പറയുന്നത് എന്താ? മോളിക്കുലർ മാസാണ്, T ടെമ്പറേച്ചറും. അപ്പോൾ ഈ രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഹൈഡ്രജൻ്റെ കേസ് എടുക്കാം. ഹൈഡ്രജൻ്റെ മാസ് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം, മോളിക്കുലർ മാസ് വെറും 2 എന്നാണ് പറയുക. 2 എന്ന് പറഞ്ഞാൽ അത് ഗ്രാമിലാണ്. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. മോളിക്കുലർ മാസ് 2 ഗ്രാം ആണ്. ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പം 0.002 കിലോഗ്രാം എന്ന് വരും. അതുപോലെ ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിരിക്കുക. അത് 273 കെൽവിൻ എഴുതും. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഗ്യാസിൽ കൂടി 273 കെൽവിനിൽ പോകുമ്പോൾ സൗണ്ടിൻ്റെ വെലോസിറ്റി എന്താണോ ആ സെയിം വെലോസിറ്റി കിട്ടണമെങ്കിൽ ഓക്സിജൻ മോളിൽ കൂടി ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ഗ്രാം ആണ്. അതിനെ കിലോഗ്രാം ആക്കുമ്പോൾ 0.032 കിലോഗ്രാം. ഈ മോളിൽ കൂടി ഓക്സിജനിൽ കൂടി ഏത് ടെമ്പറേച്ചറിൽ പോകണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഹൈഡ്രജൻ ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഓക്സിജൻ ഇതാവണം. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഹൈഡ്രജൻ അതിനുള്ള ഇക്വേഷൻ √γ(r) TH/mh ഹൈഡ്രജൻ എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് H എഴുതാം, സഫിക്സ് ആയിട്ട്. അതുപോലെ ഓക്സിജനെ കൂടിയുള്ള വെലോസിറ്റി γ(RT O/m) എന്ന് എഴുതാം. ഇത് രണ്ടും ഈക്വൽ ആകണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതിൽ നിന്ന് TO എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യുക. ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ γ(r) രണ്ടിടത്തുണ്ട്, അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? √TH/mh ഈക്വൽ ടു √TO/m എന്ന് കിട്ടും. ഞാൻ റൂട്ടും കളയാം. അപ്പോൾ TH/mh ഈക്വൽ ടു TO/m. ഇതിൽ TO ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ MO ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. then we'll get TO ഈക്വൽ ടു MO ഇൻറ്റു TH/mh. ഇനി നമുക്ക് ആ വാല്യൂസ് കൊടുത്താൽ മതി. MO എന്ന് പറയുന്നത് ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 0.032 ഇൻറ്റു TH ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് അത് കെൽവിനിലാക്കി 273 കെൽവിൻ ബൈ MH ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് 0.002 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4368 കെൽവിൻ എന്നാണ് കിട്ടുന്നത്. ഇത് കെൽവിനിലെ ടെമ്പറേച്ചറാണ്. അത് ഡിഗ്രി സെൽഷ്യസ് കാണണമെങ്കിൽ ഇതിൽ നിന്ന് 273 മൈനസ് ചെയ്യണം.
അപ്പോൾ 4095 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. സെൽഷ്യസിലേക്ക് മാറ്റണം എന്ന് നിർബന്ധമില്ല, കെൽവിനിലിട്ടാലും മതി. പിന്നെ ഇവിടെ ഹൈഡ്രജൻ്റേത് സെൽഷ്യസിൽ തന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവസാനം സെൽഷ്യസിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാം. പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം. വെലോസിറ്റിക്കുള്ള ഇക്വേഷൻസ്, ന്യൂട്ടൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ലാപ്ലേസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, അത് പ്രഷർ എങ്ങനെ വെലോസിറ്റിയെ ചേഞ്ച് ചെയ്യിക്കുന്നു, ഹ്യൂമിഡിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ ടെമ്പറേച്ചർ വേരിയേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഇക്വേഷൻസ് പഠിക്കണം, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. താങ്ക് യു.